നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വെറുതെ പ്രഷർ കേറ്റണ്ട. എന്നെ തൊട്ടാ സ്ത്രീ പീഡനം അറിയാലോ. പിന്നെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങത്തില്ല. ശ്യാമ കൃത്യസമയത്ത് എത്തിയത് ഭാഗ്യായി. ഇല്ലെങ്കിൽ ഐശ്വര്യ പാമ ശ്രീകുട്ടിയെ. അല്ല, ഇത് ഇവിടുന്ന് ഓടിച്ചു വിട്ട കുരിശ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. വെറുതെ മറ്റുള്ളവരുടെ സ്വസ്ഥത കെടുത്ത. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? ഇതിപ്പോ എല്ലാവർക്കും സഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. ഇനി എന്താ ചെയ്യുന്ന ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഐശ്വര്യ എങ്ങനെ ഒഴിവാക്കാന്ന് വെച്ചാ ഇപ്പൊ അതിനും വഴി കാണുന്നില്ല. പോലീസിന്റെ ഒത്താശയോടെയാ ഐശ്വര്യ ഇപ്പൊ ഇവിടെ കഴിയുന്നത്. ശരിയാ, നിയമപരമായി അരുണിന്റെ ഭാര്യ തന്നെ ഐശ്വര്യ. അപ്പൊ ഇവിടെ തന്നെ നിൽക്കാനേ കോടതിയും പറയൂ. എന്ന് കരുതി ഐശ്വര്യയുടെ ഈ ക്രൂരത എല്ലാം സഹിക്കാൻ പറ്റുമോ? അതും കൊച്ചു കുഞ്ഞിനോട്. എന്തായാലും ഇതിനൊരു പരിഹാരം കാണണമല്ലോ. എന്ത് പരിഹാരം? അനുഭവിക്കുക തന്നെ, അല്ലാതെ എന്ത് ചെയ്യാനാ? എങ്ങനെയെങ്കിലും അരുണിനെ കൊണ്ട് ഐശ്വര്യയുടെ ഡിവോഴ്സ് മോചിപ്പിക്കണം. അതാ ഇനി ഉടൻ ചെയ്യേണ്ടത്. അതൊന്നും അത്ര പെട്ടെന്ന് കിട്ടുമൊന്നുമില്ല. ഡിവോഴ്സിന് ഒരിക്കലും ഐശ്വര്യ സമ്മതിക്കില്ല. അരുൺ കോടതിയിൽ ഡിവോഴ്സ് ആവശ്യപ്പെട്ടാലും ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി അത് നീട്ടിക്കൊണ്ട് പോകാനേ ഐശ്വര്യ ശ്രമിക്കൂ. ആ, അതാ ഐശ്വര്യയുടെ തന്ത്രം. ഇവിടെ എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി നിൽക്കണം. എന്നിട്ട് അവൾക്ക് എല്ലാവരോടുള്ള വാശി തീർക്കണം. അത്രേ ഉള്ളൂ. എന്ത് ചെയ്തിട്ടായാലും ഐശ്വര്യ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കിയേ പറ്റൂ. അതിനെന്താ വഴി? അതാ നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത്. എന്ത് വഴി? നമ്മൾ വിചാരിച്ച എന്ത് ചെയ്യാനാ? രണ്ടും കൽപ്പിച്ച് നിൽക്കുകയല്ലേ ഐശ്വര്യ. ഇനിയും അങ്ങനെ നമ്മൾ പറഞ്ഞൊഴിഞ്ഞാൽ പറ്റില്ല അമൃതേടത്തെ. എന്തെങ്കിലും ഒരു ശാശ്വതമായ പരിഹാരം ഉടൻ കാണണം. ഇല്ലെങ്കിൽ ഇവിടെ പാവ ശ്രീകുട്ടിയുടെ അശ്വതീച്ചയുടെയും കാര്യം പോക്കാം. പക്ഷെ ശ്യാമയും അതിനെന്താ ഒരു വഴി? അതാ ആർക്കും അങ്ങോട്ട് മനസ്സിലാവാത്തത്. വഴി ഉണ്ടാവണോ അതേട്ടാ? ഞാൻ അതിനുറപ്പായി ഒരു മാർഗം കാണും. അല്ല, ഈ ശ്യാമ എങ്ങനെ ഐശ്വര്യ വീട്ടിൽ നിന്ന് പുറത്താകുന്ന പറയുന്നേ? അതിനി അടുത്തൊന്നും നടക്കുന്ന കാര്യമല്ല. വെറുതെ പറയാമെന്നല്ലാതെ ഒന്നും നടക്കില്ല. നടക്കും ആദ്യേട്ടാ, നമ്മളത് നടത്തും. ശ്യാമയാ പറയുന്നത്. ശ്യാമേ, അതെങ്ങനെയാ? ഐശ്വര്യടുത്തി മുമ്പ് ഇവിടെ കാണിച്ചു കൂട്ടിയ ഓരോ ക്രൂരതയ്ക്കും വ്യക്തമായിട്ടുള്ള എവിഡൻസ് ഇല്ല. തെളിവില്ലാത്ത ഒരു കാര്യവും കോടതി അംഗീകരിക്കൂല. ഇനി അത് പറ്റില്ല. ഐശ്വര്യടുത്തി ഇനി ഇവിടെ ആർക്കെതിരെ ചെറുവിരൽ അനക്കിയാലും അതപ്പം നമ്മൾ അറിയണം. ഐശ്വര്യടുത്ത് ചെയ്യുന്ന ഓരോ ദുഷ്പ്രവൃത്തിക്കും അതിന്റെ തെളിവ് നമ്മൾ കണ്ടെത്തണം. അത് ഞാൻ ചെയ്യും. ഐശ്വര്യടുത്തേക്കെതിരെ തെളിവുകൾ ഞാൻ ഉണ്ടാക്കും. അല്ലാതെ ഇനി പറ്റില്ല. മോള് പറയുന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവൂട്ടാ, താമസിയാതെ എല്ലാം മനസ്സിലാവും. ഉറപ്പായിട്ടും ഐശ്വര്യത്തിൽ നിന്നും അരുണേട്ടനെ ഈ കുടുംബത്തെയും ഞാൻ രക്ഷിക്കും. ശ്യാമ പറയുന്നേ. എന്റെ കണ്ണൻ, സാക്ഷാൽ ശ്രീകൃഷ്ണൻ എല്ലാത്തിനും എന്റെ ഒപ്പുണ്ടാവും. തീർച്ച. അച്ഛാ, ഞങ്ങളുടെ കുഞ്ഞിന്റെ പേരിൽ സ്വത്ത് എഴുതുന്ന കാര്യം
അതൊന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? ഇനി എന്താ ആലോചിക്കാൻ? എല്ലാം തീരുമാനിച്ചതല്ലേ? അമ്മ ഒന്ന് ഓർത്തു നോക്കിയേ. ഇവിടെ മറ്റാരും എതിർത്തില്ലാന്ന് കരുതി അത് ശരിയാണോ? അമ്മയെങ്കിലും ഇതിനൊരു ഫൈനൽ തീരുമാനം ഉണ്ടാക്കണം. ശ്യാമേ, ഞാനും അനന്തേട്ടനും ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയായത്. അതങ്ങനെ തന്നെ നടക്കും. ഒന്നും മണ്ടൻ തീരുമാനമല്ല. ഈ കുടുംബത്തിലെ എല്ലാവരുടെയും രക്ഷയ്ക്കാം. അത് മാത്രം മനസ്സിലാക്കിയാൽ മതി. കേട്ടല്ലോ? ഇനി ഇതേപ്പറ്റി ഒരു ചർച്ച വേണ്ട. അമ്മ, എന്നാ ഞാൻ മറ്റൊരു തീരുമാനം പറയട്ടെ, നിങ്ങൾ കേക്കോ? പറയേ, പറ്റുന്നതാണെങ്കിൽ കേൾക്കാം. അത് ശ്രീകുട്ടിക്ക് സ്വത്തിന്റെ കാര്യത്തിലൊരു പ്രത്യേക പരിഗണന കൊടുക്കണമെന്നാ എനിക്ക് പറയാനുള്ളത്. അത് ശരിയാ. ആദിയുടെ മക്കൾക്കും 5 കോടി രൂപയുടെ സ്വത്ത് വീതം അവരുടെ പേരിലാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതേ പരിഗണന ശ്രീകുട്ടിക്കും വേണം. അല്ല മാം, അമ്മൊന്നും പറഞ്ഞില്ല. എന്തായാലും ശ്യാമ ഇത് ഓർമ്മിപ്പിച്ചത് നന്നായി. ശ്രീകുട്ടിക്കും സ്വത്തിന്റെ കാര്യത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതാ. അന്തേട്ടാ, അപ്പൊ അങ്ങനെ തീരുമാനിക്കാല്ലേ? അത് ഏറ്റവും നല്ല കാര്യമെന്ന് ഞാൻ പറയും. എന്നാ ഇക്കാര്യം അഡ്വക്കേറ്റിനെ വിളിച്ച് അനന്തേട്ടൻ പറയോ അതോ ഞാൻ പറയണോ? അഡ്വക്കേറ്റിനെ ഞാൻ അറിയിച്ചോളാം. അച്ഛാ, എന്താ മോളെ? ഒരു കാര്യം കൂടി. ഞാനിവിടെ ഇല്ലെങ്കിലും ശ്രീകുട്ടിയുടെ അശ്വതീച്ചയുടെയും കാര്യത്തില് അച്ഛന്റെ അമ്മയുടെയും ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാവണേ. അത് പ്രധാന. എന്താ ഇപ്പൊ ഇങ്ങനെ പറയാൻ? ഐശ്വര്യ മോളെ എങ്ങാനും ഉപദ്രവിച്ചു? ശ്യാമേ, ഐശ്വര്യ ശ്രീകുട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? അല്ല മാം, കുഞ്ഞല്ലേ, സൂക്ഷിക്കണം. ഒരു പേടി പറഞ്ഞേ ഉള്ളൂ. ആ, എന്നാ ശരി. ശരി. ആന്തേട്ടാ, ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഐശ്വര്യ ഈ വീട്ടിൽ ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും കാണിച്ചാ പിന്നെ ഞാൻ അവളെ ജീവനോട് വെച്ചേക്കില്ല. താനിങ്ങനെ മോശമാവാ. എല്ലാത്തിനും വഴിയുണ്ടെന്നേ, നമുക്ക് നോക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.